ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഞാൻ ചെയ്ത ധാരാളം കുറ്റാന്വേഷണ പരമ്പരകളുണ്ട്. ക്രൈം ചെയ്ത ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും വാർത്തകൾ ചെയ്യാറുള്ളത്, അന്വേഷണ റിപ്പോർട്ടുകൾ ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളിൽ പ്രമുഖരായ ആളുകളുണ്ട്. പിണറായി വിജയൻ പോലും അതിൽ പെട്ടിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വിചിത്ര കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പരമ്പരയായിരിക്കും ഞാൻ ചെയ്യുക. അത് മറ്റാരുമല്ല, ശ്രീ അനൂപ് കരിച്ചേരി എന്ന് പറയുന്ന ഹോസ്ദുർഗ് കോടതിയുടെ അതിർത്തിയിലുള്ള കാഞ്ഞങ്ങാട് താമസിക്കുന്ന അനൂപ് കരിച്ചേരി, അദ്ദേഹം സ്വന്തം കുടുംബത്തിനെതിരെയാണ് വാർത്ത തരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വിചിത്ര സ്വഭാവം. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം അനൂപ്. നമസ്കാരം. ഒരു വിചിത്ര കഥകൾ മാത്രം പറയുന്ന ഒരാൾ ആയതുകൊണ്ടാണ് അനൂപമായിട്ട് ഞാൻ അടുത്തൊരു സുഹൃത്ത് ബന്ധമുണ്ടെങ്കിലും നമസ്കാരം പറഞ്ഞു. നമസ്കാരം പറയാതെ തന്നെ നമ്മൾ തുടങ്ങുന്നതാണെങ്കിലും നമസ്കാരം പറഞ്ഞു പോകും. അത്രയ്ക്കും രസകരമായ, നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള FB പോസ്റ്റുകളും വൈറലായ FB പോസ്റ്റുകളുമാണ് താങ്കൾ പ്രസിദ്ധീകരിച്ചുള്ളത്. ഒരു കുടുംബത്തെക്കുറിച്ചും സ്വന്തം അമ്മയെക്കുറിച്ചും അമ്മാമ്മന്മാരെക്കുറിച്ചും ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അത് കത്തിപ്പടരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ? പിന്നിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഈ മൂവാറ്റുപുഴയിലെ ഈ പല്ലിൻ്റെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന ഒരാളുടെ കഥ ഞാൻ എൻ്റെ അടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇന്ന് ഏഷ്യയിൽ തന്നെ മിക്ക ഹോസ്പിറ്റലിലും ഇത് സപ്ലൈ ചെയ്യുന്ന അയാളാണ്. അയാൾ മില്യണറാണ്. അയാൾ ജനിച്ചു വളർന്നത് അച്ഛനും അമ്മയും ഭ്രാന്തന്മാരായിരുന്നു, മാനസിക രോഗികളായിരുന്നു. അപ്പോൾ അത് ഞാൻ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. ഞാനും അതേപോലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അച്ഛനും ഭ്രാന്താണ്, അമ്മക്കും ഭ്രാന്താണ്. ഞാൻ പല സൈക്കോളജിസ്റ്റും പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് എൻ്റെ അമ്മക്കുള്ളത്. അവരാണ് അവിടെ അമ്മയെ പറ്റിയിട്ടാ പറയുന്നു. അതെ, സ്വന്തം അമ്മ അവിടെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുത്തു. ഞാൻ മാനസിക രോഗിയാണ്. എൻ്റെ പേരിലും കേസുണ്ട്. അതെ, നിങ്ങളുടെ പേരിലും. അതായത് ഞാൻ അനൂപിനെയും അമ്മയെയും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്തകൾ ചെയ്തിട്ടുള്ളത്. അവരുമായി സംസാരിച്ചിട്ടുള്ളത് സ്വന്തം മകനുമായിട്ട് നിങ്ങൾ നല്ല രൂപത്തിൽ പോകണം, നിങ്ങളുടെ ഭാഗത്തുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്, അത് തിരുത്തണം, സ്വന്തം മകനോട് നല്ല സ്നേഹത്തോട് പെരുമാറിയാൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ആണ്. പക്ഷെ അപ്പം അവർ പറഞ്ഞ കാര്യം എന്താ അറിയോ? അയ്യോ സാറേ, ഇപ്പം ഞങ്ങൾക്ക് ഒരാഴ്ച ഭയങ്കര തിരക്കാണ്, അടക്ക പറിക്കുന്ന സമയമാണ്. ഓക്കെ, എത്ര ദിവസം എടുക്കും? ഒരാഴ്ച കഴിഞ്ഞ് സാറ് വീണ്ടും വിളിച്ചു, ഇനി നമുക്ക് പ്രശ്നം തീർത്തൂടെ? അയ്യോ സാറേ, ഞങ്ങൾക്ക് തേങ്ങ പറിക്കുന്ന സമയമാണ്. അങ്ങനെ പിന്നെ ഒരാഴ്ച തേങ്ങ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അടക്ക പറിക്കുക, തേങ്ങ പറിക്കുക, കാശുണ്ടാക്കുക, ബാങ്കിൽ വെക്കുക. മക്കളോ കാര്യങ്ങളൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എത്തി പിന്നെ ഇപ്പോൾ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഞാനവിടെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ സാറിനറിയാലോ, അത്യാവശ്യം എനിക്ക് സ്വാധീനമുണ്ട് അറിയില്ല. പക്ഷേ അവിടുത്തെ ഓഫീസർമാരെല്ലാവരും വളരെ സത്യസന്ധരായിരുന്നു. അവരെൻ്റെ കൂടെ നീതി ന്യായത്തിന് കൂടെ വന്നു. അവർ കഥയെല്ലാം കേട്ടിട്ടാകുമ്പോൾ പറഞ്ഞു, ആഹാ ഇങ്ങനെയാണല്ലോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ രാധ ടീച്ചറെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എൻ്റെ മുമ്പിൽ. കൂടാതെ കാല് പിടിക്കാൻ അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു ആ പോലീസ് ഓഫീസർ ആയിരുന്നു. പിന്നെ അതുകൂടെ പറഞ്ഞ് കാല് പിടിക്കാൻ എൻ്റെ പറഞ്ഞു. ഞാൻ തൊട്ട് പോകരുത്, എൻ്റെ ദേഹത്ത് തൊടാനുള്ള അത്രയും ശുചിത്വം അവർക്കില്ലായിരുന്നു. എൻ്റെ ദേഹത്ത് തൊട്ടുപോയത് സ്വന്തം അമ്മയോടാണ് പറയുന്നത്. അതെ, ഇതൊക്കെ നടന്ന സംഭവമല്ലേ. അവിടുത്തെ ഒരു മിടുമുട്ടിക്കനായിട്ടുള്ള പോലീസ് ഓഫീസർ സൈഫുദ്ദീൻ, അയാൾ അങ്ങനെ ചെയ്തു. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, അനൂപേ താങ്കൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അനൂപ്. അങ്ങനെയല്ല, താങ്കളുടെ പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു ബേസിക്കലി ഐ എം എൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. എത്ര കമ്പനി ഉണ്ട്? ഞാൻ പറഞ്ഞു, 3 കമ്പനി ഉണ്ട്. എന്താ കമ്പനിയുടെ പേര്? ഇന്നതാണ്. എന്താണ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്? ഞാൻ പറഞ്ഞു, റീസെൻ്റ്ലി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ലിവിങ് ടുഗദർ മാട്രിമോണി എന്നാണ്. ഈ ലോകത്തെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻ്റെ കിട്ടുന്നത് 900 കോടി ജനങ്ങളുണ്ട് ഈ ലോകത്ത്. ഒരു ദിവസം 100 കോടി ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അനൂപേ നിൻ്റെ അമ്മ കൊടുത്ത പരാതിയുടെ പുറത്ത് ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ച്, ഒന്നും കൊണ്ടും തോന്നരുത്, ഞാൻ ഇന്ന് തൊട്ട് നിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചെന്താ സാറേ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ട, നിൻ്റെ സൗഹൃദം മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് എൻ്റെ ഉഗ്രപ്രതാപത്തിലേക്ക് എത്തട്ടെ. നാട്ടികയിൽ യൂസഫ് അലി നല്ല മോഡേൺ പോലീസ് സ്റ്റേഷൻ ആക്കി കൊടുത്തിരുന്നു, അതുപോലെ നമുക്ക് ഇതൊന്ന് പോലീസിനെ സ്വാധീനിച്ചാണോ? അയ്യോ അയാൾ നല്ല ഇതാണ്. അല്ല, ഒരു സ്റ്റേഷൻ നവീകരിക്കുന്ന എന്താ കുഴപ്പമില്ല, യൂസഫ് അലി ചെയ്തിട്ടില്ലായിരുന്നു. യൂസഫ് അലിക്ക് അത്രയും പ്രായമുണ്ട്, ഞാനിപ്പോൾ 39 വയസ്സല്ലേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവരെൻ്റെ കൂടെ നിന്നു. അവിടുന്ന് ആ കേസ് ഒഴിവായി. അതിന് ശേഷം ഇപ്പോൾ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്.
ജഡ്ജിയുടെ അടുത്ത് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൻ മാനസിക രോഗിയാണ്, മയക്കുമരുന്നിന് അടിമയാണ്, കഞ്ചാവിന് അടിമയാണ്, പോലീസിൻ്റെ സഹായത്തോടുകൂടി അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിക്കാൻ. ഭ്രാന്തിന് ചികിത്സിക്കണം. അതെ അതെ. ഞാൻ എന്ത് ചെയ്യാം അവിടുത്തെ? ഞാൻ ഭ്രാന്ത് ഉണ്ടോ സാറിനറിയില്ലേ? അമ്മയാണ് പറയുന്നത് ഭ്രാന്ത് ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ. കേരളം പ്രാന്താലയം എന്നല്ലേ പറയുന്നതായിരുന്നു. ഇച്ചിരി ഭ്രാന്തുണ്ട് കൂട്ടിക്കോ, പിന്നെ എന്ത് ചെയ്യാനായിരുന്നു? ഈ പ്രാന്തന്റെ പേരൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. ഹൂ ഈസ് അനൂപ് കരിച്ചേരി എന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന പടപടോ. ഞാൻ പോലും അറിയില്ല കേട്ടോ. എൻ്റെ ഏതോ ഒരു ഫാൻ എനിക്ക് അയച്ചെന്ന്, സാറേ നിങ്ങളുടെ പേര് ഗൂഗിൾ നോക്കുമ്പോൾ ഗൂഗിൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: ഡയറക്ടർ, എന്റർപ്രണർ, ഹാവിങ് ലോട്ട് ഓഫ് IT കമ്പനി, ചക്ക മാങ്ങാറിന് ഇങ്ങനെ പടപടപടമെന്ന് പറയും. അത് ഇവിടെ നോക്കിയാലും അമേരിക്ക നോക്കിയാൽ ഈ ലോകത്ത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. അത് ഒരു കണക്കിന് ഭാഗ്യം. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ രാധ ടീച്ചറുടെ കുത്തിത്തിരിപ്പ് കാരണം ഞാൻ പ്രാന്തൻ, മയക്കുമരുന്ന്, കഞ്ചാവ് എന്നൊക്കെ വിചാരിച്ച് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സ്വന്തം അമ്മ തന്നെ മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം എന്താണ്? കാരണം നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സന്തോഷം, സ്വന്തം കാര്യം, ആരോടും അവർക്കൊരു സ്നേഹമോ അനുഭാവമോ ദയോ കരുണയോ ഒന്നുമില്ല. അവരവരുടെ സ്വകാര്യമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി. പിന്നെ അവർക്ക് ഒരുപാട് സ്വകാര്യമായിട്ടുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. അതിന് കൂട്ടി നിൽക്കുന്ന ആൾക്കാർ അവർ കൂടെ നിൽക്കും. എന്താണ് സ്വകാര്യമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ? പച്ചത്തെറി വിളിക്കുക, മാടമ്പിത്തരം, ഗുണ്ടായിസം, അഹങ്കാരം. അതാണ് ജനങ്ങൾ സ്വന്തമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ തമ്പുരാട്ടി. അത് മക്കളായാലും ശരി ആരായാലും ശരി അവരുടെ മുന്നിൽ ആ അഹങ്കാരവും ധിക്കാരവും കാണിക്കുക, പച്ചത്തെറി പറയാം. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പച്ചത്തെറിയാണ്? അയ്യോ, അത് ഇനി ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞാണ്. അവർ സ്വയം മക്കളെ വിളിക്കലും പടു സൂള എൻ്റെ മോനെ എന്ന് വിളിക്കുക. സൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയാടി എന്ന അർത്ഥം. അതിന്റെ എക്സ്ട്രീമാണ് ഇവർ പറയുന്നത് പടു സൂള എൻ്റെ മോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3G+, 4G+, 5G+ എന്നൊക്കെ പറയുന്നില്ലേ. അവർ സ്വയം. അപ്പം കുട്ടിപ്രായം മുതൽ മോനേന്നോ നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജനിച്ച നാൾ മുതൽ, അറിവുള്ള നാൾ മുതൽ അമ്മയിൽ നിന്നും സ്നേഹപൂർവ്വമായിട്ടുള്ള വാക്കുകൾ കേട്ടില്ല. പകരം പടുസോളന്റെ മോനെ എന്നാണ്. അത് സ്വന്തം അച്ഛനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ല സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ടാണ്. അല്ല, പടുസൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ തന്നെയല്ലേ പറയുന്നത്? അതെ, അമ്മേന്റെയും മോനാണ്, അച്ഛൻ്റെയും മോനാണ്. അല്ല, അച്ഛൻ വിളിക്കുന്നത് വേറൊരു സംഭവമുണ്ട്. എന്താണ്? കെഞ്ചന്റെ മോനെ. അത് പുതിയതായിട്ട് പുള്ളി സ്വന്തം മകനെ വിളിക്കാനുണ്ടാക്കിയ ഒരു പേരാണ് കെഞ്ചന്റെ മോനെ. പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു പേരാണ്. പുതിയതായിട്ടുണ്ട്. ആ വ്യക്തി ഒരു പ്രത്യേകത ഈ ലോകത്ത് ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ തുറന്നു പറയുന്നത്, ആ വ്യക്തി ഞാനുമായിട്ടുള്ള പിതാവ് എന്ന് പറഞ്ഞ ഞാനുമായിട്ടുള്ള ആകെയുള്ള ബന്ധം ഒരു 150 തവണ, ഒരു 200 തവണ ക്രൂരമായിട്ട് തല്ലി ചതച്ചിട്ടുണ്ടാവും കുഞ്ഞുനാളിൽ. ഒരു അത്ര വികൃതിയായിരുന്നു? വികൃതിയല്ല, രാവിലെ വെറുതെ തല്ലാണോ? വെറുതെ തല്ലെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം ഒരെണ്ണം പറയാം. അപ്പോൾ ഈ വ്യക്തിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഭ്രാന്തനാണ്. സ്വന്തം അച്ഛനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് പരീക്ഷയ്ക്ക് കൊണ്ട് പഠിച്ചിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, മാതാവേ ഞാൻ രാധമ്മാന്നാണ് വിളിക്കുന്നത്, ഒരു പേന വാങ്ങിക്കാൻ കാശ് തരുമോ? അന്ന് ഈ ജെൽ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും ടോപ്പറായിരുന്നു കേട്ടോ 10ാം ക്ലാസ്സിൽ ഞാൻ. എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. ഒരു പേന വാങ്ങിക്കാനുള്ള കാശ് തരും. അപ്പോൾ അടുക്കളയിലല്ലേ, അപ്പോൾ സ്ഥിരം ചെയ്യുന്നവരുണ്ട്, ഇതാ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. രാവിലെ തന്നെ 10ാം ക്ലാസ് പരീക്ഷയുടെ പേരും പറഞ്ഞ എൻ്റെ അടുത്ത് 20 റുപ്യ ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ഈ ഹീമാൻ ഒക്കെ ഇങ്ങനെ വരില്ലേ ഗുഹയെന്ന്, അതുപോലെ ചാടി എറിയിച്ച് വന്ന് എന്താ ചെയ്യണ്ടേ, കൊടുക്കുക പിന്നെ അടി അടുത്ത്. അങ്ങനെ ഈ സ്ത്രീ എൻ്റെ കോളർ പിടിച്ചിട്ട് ഒരു മൂലക്ക് ഇട്ടിട്ട് ഇയാൾ എന്നെ ഒരു പാത്രം എടുത്തിട്ട്, അച്ഛനെയാണ് ഇയാളെന്ന് വിളിക്കുന്നത്. അതന്നെ, ഇയാളെന്ന് പറയാൻ ഞാൻ അയാളെ ഇന്ന് ഒരു അച്ഛനൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് മാറിപ്പോയിന്ന് അവരെന്നെ പറഞ്ഞേ. ആ ദേവാസുരത്തിൽ മോഹൻലാൽ പറഞ്ഞാണൊക്കെ, മോഹൻലാലിനോട് എൻ്റെ അമ്മ പറഞ്ഞാണൊക്കെ, ഇതാ മാറിപ്പോയതാണ്, നിന്റെ തന്ത ഇതല്ല, എൻ്റെത് പറയുന്നത് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് മാറിപ്പോയതാണ് എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഏതോ നല്ല കുടുംബത്തിൽ തന്നെ ജനിച്ചത്, അതറിയാലോ. സ്വന്തം അച്ഛൻ്റെ മകനല്ലാന്നാണോ പറയുന്നത്? അല്ല, അത് അങ്ങനെ പറഞ്ഞെടുക്കുന്നത്. നാട് മൊത്തം പറഞ്ഞെടുക്കാം. ഞാൻ പിന്നെ എന്താ ചെയ്യില്ലായിരുന്നു, ഞാനും കൂടി പറഞ്ഞെടുക്കാം. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ തല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു പാത്രം എടുത്തിട്ട് തലക്ക് തല്ലിക്കൊണ്ട്, ഇങ്ങനെ തലക്ക് കൈ വെച്ചിട്ട് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് അനുഗ്രഹിച്ച് വിടേണ്ട പിതാവാണ് തല്ലിക്കൊണ്ട് നിൽക്കുന്നത്. ഒരു സമയമാകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും തല്ലിയിട്ടുണ്ട് എൻ്റെ തല പൊട്ടി ചോര വരും. ഇത്രയും ആ സമയത്ത് മാഷന്മാരുടെ സമരമുണ്ടായ ഒരു സമയമാണ്, 2 മാസം. ആ സമയത്ത് ഞാൻ ഇരുന്ന് പഠിച്ചതാണ്. കാരണം പരീക്ഷയ്ക്ക് 80% മാർക്ക് വാങ്ങിച്ചാൽ ബൈക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തല പൊട്ടി ചോര വന്നിട്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാനത് പിടിച്ചിട്ട് ഞാനും കൊടുത്തു. 10ാം ക്ലാസ് പരീക്ഷയിലെന്ന് പിതാവിനെ തല്ലി, ഞാനും പട്ടയെന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തു. അപ്പോഴാണ് ഇവർക്ക് ബോധം വരുന്നത്. തിരിച്ചടി കിട്ടുന്നു.
ആദ്യമായിട്ട് അച്ഛനെ തല്ലിയ ദിവസം 10ാം ക്ലാസ് പരീക്ഷ ആ കുട്ടിപ്രായം മുതൽ ഇങ്ങനെ അടി കിട്ടിക്കൊണ്ടിരുന്നതിന്റെ ഭാഗം കൂടിയാണ് 10ാം ക്ലാസ്സിന് അടി കിട്ടിയത്. അതെ. ഒരു ഉദാഹരണം പറഞ്ഞേ, ഒരു 20 ഞാൻ പറഞ്ഞു ഞാൻ ഇനി പരീക്ഷ എഴുതുന്നില്ല, എൻ്റെ മൂഡ് പോയായിരുന്നു. ഒന്നാമത് ഞാൻ ഈ ചെറുപ്പം കാലം തൊട്ടേ അന്ന് ഈ മഹാഭാരതവും രാമായണമൊക്കെ കാണും. അപ്പോൾ വേറെ ആരുമായിട്ട് സംസാരമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ പുരാണവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. മാതാപിതാ ഗുരു ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന പിതാവിനെ തല്ലിയിട്ട് ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് ഓടണവരുടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വീട്ടുന്നു ആനന്ദാശ്രമം ഭാഗത്തേക്ക്. ഇവർ പിറകെ ഓടിയിട്ട് ഓടി വന്നിട്ട് ഇവരുടെ എപ്പോഴും ഇവരെന്ത് തെറ്റ് ചെയ്താലും ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പൈസ ഇട്ട് കൊടുത്തിട്ട് സൊല്യൂഷൻ ആക്കും. അന്ന് 500 രൂപ വലിയ പൈസയാണ്. എൻ്റെ പോക്കറ്റിൽ 500 രൂപ ഇട്ടിട്ട് പറഞ്ഞു നീ ഇതും കൊണ്ട് പോയിക്കോ, പിന്നെ എന്നിട്ട് അതിന് ശേഷം ഒരു ആശുപത്രിക്കും പോകും. അപ്പോൾ തലയൊക്കെ ഇച്ചിരി വീങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിരുന്നു. 500 രൂപ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ തല ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്, അതിങ്ങനെ തടവിക്കൊണ്ട് വേദനിക്കുന്നു. കണ്ണിൽ അന്ന് ചോരയായിരുന്നു പരീക്ഷ. ആ പരീക്ഷയ്ക്ക് എനിക്ക് 48 മാർക്ക് കിട്ടി 50-ൽ. ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ പരീക്ഷയായിരുന്നു നടന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ എങ്ങനെയാന്ന് ചോദിക്കുന്നത്. അതായത് നമ്മള് ജീവിതത്തിൽ അമ്മ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ദൈവം മാതിരി കണ്ടിട്ടുള്ള ദൈവം തന്നെയായിരുന്നു മരിക്കുന്നവരെ. അത് മനസ്സിലിപ്പോഴും ദൈവമാണ്. കാരണം കുട്ടിപ്രായം മുതൽ ഞങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്ന പഴയ തറവാട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാതരം ആ പഴയ ആഢ്യത്വവും ഫെഡറലിസ്റ്റ് വ്യവസ്ഥയിലൊക്കെ നിൽക്കുമ്പോഴും അച്ഛൻ അമ്മ എന്ന് പറയുന്നത് അവർ നമ്മളെ സ്നേഹിച്ച് വളർത്തി അങ്ങനെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനൊരു ക്യാരക്ടറാണ് അമ്മ എന്ന് പറയുന്നത് എനിക്ക് തന്നെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ മകൻ വളരെ പ്രിയരും പ്രശസ്തിയുള്ള ഒരു ആളായി നാളെ മാറുന്നത്, അസാധാരണ ബുദ്ധിശക്തിയുള്ള ഒരു ആളാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെയൊക്കെ സ്നേഹമല്ലേ അദ്ദേഹത്തിന് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ റെഡിയാണെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. ഞാൻ എന്ത് വിട്ടുവീഴ്ചയും തയ്യാറാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. അല്ല, അവർ പറഞ്ഞത് അടക്ക പറിക്കാനുണ്ട്, തേങ്ങ പറിക്കാനുണ്ട്. അല്ല, അതുണ്ടെങ്കിലും എന്നോട് ഞാൻ അതിന് തയ്യാറാണ് എന്നാണ്. ഒരാഴ്ചയാണെങ്കിലും. പക്ഷെ വരത്തില്ല, അത് അവസാനം ഒഴിഞ്ഞു മാറുന്നുണ്ട് പറഞ്ഞാണ് സാറ് ഓർക്കുന്നുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ അമ്മയും മകനും അച്ഛനും മകനും തമ്മിൽ നന്നാവണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്തേ? നേരെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ക്രൈം നന്ദകുമാറും അനൂപും കൂടി പൈസ കൊണ്ടിട്ട് ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇന്നവരെ അവരോട് പൈസയോ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യപ്പെടില്ല, പെടില്ല. എനിക്കതിൽ താല്പര്യമില്ല. കാരണം നിങ്ങൾ അനൂപിനെ എൻ്റെ മുന്നിൽ വന്നപ്പോൾ അനൂപിനെ പറ്റി പഠിച്ചപ്പം അനൂപിന് എവിടേക്കോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു അകൽച്ചയായിരിക്കാം. അതിൻ്റെ ഒരു വല്ലാത്ത കുട്ടിപ്രായം മുതൽ കടന്നു കയറിയിട്ടുള്ള വല്ലാത്ത അസ്വസ്ഥതയായിരിക്കാം. അച്ഛൻ്റെ അമ്മേൻ്റെയും സ്നേഹം കൃത്യമായി കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോഴെങ്കിലും കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കല്ലേ. ഇനി അങ്ങോട്ടേക്കുള്ള ഞാൻ കാര്യം പറയാം. ഞാനിപ്പോൾ സാറിൻ്റെ മുമ്പിൽ വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ പറഞ്ഞ കാര്യമുണ്ട്, എന്താ ശത്രുക്കൾ എന്നെ നീ വകവരുത്തിയിട്ടെങ്കിൽ അവർ നിന്നെ തേടി വരും എന്ന് പറഞ്ഞാണെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് എൻ്റെ അനുജൻ പോവുക, പിന്നെ എൻ്റെ മകന് സമ്മാനങ്ങൾ കൊടുക്കുക, അതിനെ നല്ലതല്ലേ? സ്വന്തം സഹോദരനല്ലേ പോണ? ശരി, സ്വന്തം സഹോദരൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്താ അറിയോ? അവൻ്റെ ഭാര്യയെ തല്ലി ചതച്ചിട്ട് പറയാം നീ കൊച്ചി പോയിട്ട് അനുവിൻ്റെ കൂടെ ജീവിക്കും. അത് നല്ല കാര്യമാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. സ്വന്തം സഹോദരൻ അവന്റെ ഭാര്യയെ തല്ലിയിട്ട് നീ എന്റെ ചേട്ടന്റെ കൂടെ പോയി താമസിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ അവന് തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം, സീരിയസ് ആയിട്ട് കിടക്കാനും. ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഏറ്റവും തീവ്രത കൂടിയ സാധനങ്ങളാണ് ഇവരൊക്കെ ഉള്ളത്. കാരണം ഇവർക്കൊരു കഴിവുണ്ട്, ഇവർ അനുഗ്രഹിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്കും അതേ കഴിവ് കിട്ടും. അപ്പോൾ ആ പെൺകുട്ടി തല്ലുകൊണ്ടിട്ട് വേദന സഹിക്കാൻ പറ്റാതെ എന്നെ വിളിച്ചിട്ട് ഏട്ടാ പിന്നെ എന്തിനാണെന്ന് അറിയില്ല എന്നെ തല്ലി ചതച്ചിട്ട് പറയാ നീ പോയിട്ട് കൊച്ചി പോയിട്ട് അനൂപിൻ്റെ കൂടെ താമസിച്ചോ, അവനാണ് ബെസ്റ്റ്. പിന്നെ എൻ്റെ മറ്റൊരു എഞ്ചിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേറെ കല്യാണം കഴിക്ക്. പിന്നെ ഞാൻ ടീച്ചർ വിളിച്ചിട്ട് പറയുന്നത് പിന്നെ നീ വേറെ കല്യാണം കഴിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീയെ മാത്രമേ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അതെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ മാത്രമാണ്. പിന്നെ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്തു, അതിനിപ്പോൾ എന്താ, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഇനി ഒരു കല്യാണം ജീവിതം എനിക്ക് വേണം. ഡിവോഴ്സ് ആവുന്നതിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ പങ്കുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ അനുജനും അമ്മയാണ് അതിന് മെയിനായിട്ട് മുമ്പിൽ നിന്നത്. അവർ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യായവും നീതിക്ക് അനുസരിച്ചിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ അമ്മയുടെ അപ്പന് തെണ്ടിത്തരൊന്നുമില്ല, അപ്പന് ഈ ഒരു പ്രാന്തനായിട്ട് കൂടെ ഉണ്ടെന്നില്ല, ഈ അമ്മയുടെ തെണ്ടിത്തരത്തിന് കൂടെ നിൽക്കുന്നില്ല. ഞാൻ 8 കൊല്ലം മുമ്പ് അവിടുന്ന് നാട് വിട്ടിട്ട് പിന്നെ നാട് വിടുന്നു 32ാമത്തെ വയസ്സിൽ. എമ്പുരാൻ സിനിമയിലത്തെ കഥയാട്ടോ.
8 വയസ്സ്. പല സിനിമകളും കാണുമ്പോൾ ഇതെല്ലാം എൻ്റെ കഥാപാത്രമാണ്, ഞാനാണിതെന്ന് പലപ്പോഴും അനൂപ് പറയാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കാന്താര സിനിമ കണ്ട ശേഷം എന്നോട് പറഞ്ഞത് അത് ഞാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നാണ് അനൂപ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ തെയ്യത്തിൻ്റെ ഭീകരമായ രൂപങ്ങളാണ് ആ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ഇങ്ങനെ ആക്രോശിക്കുമ്പം അത് ഞാനായിരുന്നു, ഞാൻ തന്നെയാണത് എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആക്രോശിക്കാറൊന്നുമില്ല, പക്ഷേ നമ്മൾ ആക്രോശിക്കുന്നുണ്ടോന്നുള്ളതല്ല, ആ കഥാപാത്രം ഞാനാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അതിൽ തെയ്യത്തിന്റെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ എന്തൊക്കെയാണ് എന്നെ ഒരു 8 കൊല്ലം മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സുള്ള ആളെ പോലെ തോന്നി. പക്ഷെ ഇപ്പൊ എന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എടാ നീ 15-ാമത്തെ വയസ്സിൽ 18-ാം വയസ്സിലുള്ള പോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും നിന്റെ മുഖമായിരുന്നു, വയസ്സാകുന്നില്ല. എൻ്റെ ഈ കൈ നോക്കിയാട്ടെ കൊച്ചു കുട്ടികളുടെ കൈ കാണിക്കുകയാണ്. അങ്ങനെ സ്വയം മനസ്സിൽ തോന്നുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അധികം പ്രായമായില്ല, ഞാൻ ഇപ്പോഴും യൗവനമാണ്, ഞാൻ ഇപ്പോഴും 15 വയസ്സുള്ള അതേ ഓടി നടക്കാമെന്ന് തോന്നുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ മുഖം കണ്ടാ അറിയുന്നില്ലേ. അപ്പോൾ ബാക്കി എൻ്റെ നാട്ടിലത്തെ എല്ലാറ്റിൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു അമ്മാവനുണ്ട് മധു, അവൻ്റെ എല്ലാം മുഖം കണ്ടു കഴിഞ്ഞാൽ ചാണകത്തിൽ ചവിട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യുന്നത് ശരിയല്ല. ഉള്ള കാര്യം അല്ല, ഇറ്റങ്ങളെല്ലാം ചവിട്ടി കൊല്ലേണ്ട സമയം പണ്ടേ കഴിഞ്ഞാണ്. ബോഡി കൊല്ലുന്നതോ ക്രിമിനൽ കുറ്റമാണ്. പിന്നെ എന്നിട്ട് ഞാൻ 8 കൊല്ലം മുമ്പ് ഇങ്ങോട്ടേക്ക് നാട് വിട്ടിട്ട് വന്നു കൊച്ചിയിലേക്ക്. എന്തിന്? 6-ാം തമ്പുരാൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലത്തെ സായികുമാർ നന്ദകുമാറിന് തേടിയിട്ടാ വന്ന് പരിചയപ്പെട്ടത് നിങ്ങളായി പോയി. അന്ന് അതിൽ മറ്റേ മോഹൻലാൽ പറയുന്നുണ്ട് ഓടിച്ചെന്ന് എത്തിയത് സിംഹത്തിൻ്റെ മടയിൽ, ഗസൽ പാട്ടിൻ്റെ സിംഹത്തിൻ്റെ മടയിൽ ഒരു വരി പാടാൻ പറഞ്ഞു. അമ്മ പഠിപ്പിച്ച പാട്ട് പാടുന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലിൽ പാടുന്നുണ്ട്. ഞാൻ ഒരു വരി അങ്ങോട്ട് പാടി ചേർത്ത് പിടിച്ചു. നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അമ്മ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മുന്നാണ് നിന്നേന്. പിന്നെയും ചോദിച്ചിട്ട് പച്ചത്തെറി. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, പച്ചത്തെറിയും ഭീഷണിയും ഇതാണ് അമ്മ പഠിപ്പിച്ചെന്നേ. നന്ദകുമാർ ചേർത്ത് വിളിച്ചു. ഞാൻ ക്രൈം നന്ദകുമാറാണ്. എവിടെയായിരുന്നു സ്ത്രീകാലം? അലഞ്ഞു നടക്കുകയായിരുന്നു നിന്നെ കിട്ടാൻ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. ഇതുവരെ മാഗസിനെ നമ്മൾ രണ്ടുപേരും കൂടിക്കഴിഞ്ഞാൽ കൊച്ചി നമുക്ക് കയ്യിലെടുത്ത് നടക്കാം. അങ്ങനെ അപ്പം ഞാൻ ഇതൊക്കെ ആലോചിക്കുന്ന അതാ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പറഞ്ഞ കണ്ടന്റ് ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. യഥാർത്ഥ നന്ദകുമാർ ഞാൻ രാജീവേട്ടനായിരുന്നു. കഴിഞ്ഞ മാസം പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഈ അനുജൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അനുജൻ എന്ന് പറഞ്ഞാൽ ഈ അരുണും എൻ്റെ അമ്മയും കൂടിയിട്ട് ഭാര്യനെ കുത്തിത്തീർപ്പാക്കിയിട്ട് ഞാനിവിടെ മയക്കുമരുന്നിന് അടിമയാണ്. ഇവിടെ ഗുണ്ടായിസം കാണിക്കുകയാണ്. പിന്നെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് ആക്കിയിട്ട് പൈസ ഉണ്ട്. സാറിന് അറിയുന്നതല്ലേ, പണിയെടുത്തിട്ടല്ലാത്തൊരു 10 പൈസ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിനെയും കൊടുത്തിട്ടില്ല. എനിക്ക് മാസം കൃത്യമായിട്ട് 50,000 രൂപ എനിക്ക് ശമ്പളമുണ്ട് ഞാൻ പണിയെടുത്ത കമ്പനിയിൽ നിന്ന്. അതിൽ നിന്ന് മാത്രമേ ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുള്ളൂ. ഒരു തിണ്ടിയുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പോലും ഞാൻ കൊടുക്കാറില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് അവിടെ ഏതോ ഒരു ഇടപാടിൽ കുടുംബത്തിന് മൊത്തമായി കിട്ടിയിട്ടുള്ള ഇത്ര പൈസ വന്നിട്ടുണ്ടല്ലോ, അതിൽ ആ ഒരു അപ്പൂപ്പൻ അല്ലേ. പക്ഷെ എന്താ അറിയോ, ആ ജില്ലയിൽ നിന്നുള്ള ഒരു ഭൂമിയോ പണോ എനിക്ക് അതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു വലിയ സ്ഥാപനം തുടങ്ങി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പണത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്, അതിൽ നിങ്ങൾ അവൻ്റെതായ ഒരു ഓഹരി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞതിനാണ്. സാറിന് മര്യാദക്ക് പറഞ്ഞു. പക്ഷെ എന്താ അറിയോ, ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ഞാൻ ആ സാറ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നോ, അവരെന്ത് തരാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട. കാരണം അവരുടെ പൈസ ആരെല്ലാം കൈപ്പറ്റിയോ അവരൊക്കെ പ്രാന്തമല്ല. നമ്മളുടെ ജീവിതത്തിൽ അപ്പൂപ്പനാണല്ലോ വളർത്തിയത് അല്ലേ? അല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയല്ലേ വളർത്തിയത്? അല്ല, അതിലൊരു കാര്യമുണ്ട് സാറ് പറഞ്ഞ ന്യായം. എന്താ അറിയോ, അപ്പൊ അവരെ പൈസ ആണ് അത്. അപ്പൊ അവര് കൊടുത്ത പൈസേൻ്റെ അകത്ത് അർഹതപ്പെട്ട ഒരു പൈസയാണ്. അത് ആ അർഹതപ്പെട്ട പൈസയിൽ ഒരു ഓഹരി അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇപ്പൊ നന്നായിരിക്കും. അല്ല, അതിൽ അർഹതപ്പെട്ടുണ്ട് ഞാൻ പറയാം. അല്ലാതെ അവരെടുത്തുനിന്ന് വേറെ തരത്തിലല്ല ഞാൻ അനൂപിന് കൊടുക്കണം എന്ന് പറഞ്ഞത്. അല്ല, അതിലൊരു ഇതുണ്ട്. ഈ പിന്നെ അമ്മ എനിക്ക് കുറേ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഇത് അമ്മയുടെ അനുജൻ മധുവിൻ്റെ പേരിലുള്ള ഭൂമി മാറ്റാനും പിന്നെ അമ്മയുടെ അമ്മ ലക്ഷ്മി അമ്മയുടെ പേരിലുള്ള ഭൂമി മാറ്റാനും ഒക്കെ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടിയ പ്രോപ്പർട്ടിയൊക്കെ ലക്ഷ്മി അമ്മയുടെ പേരിലുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് അപ്പൂപ്പിൻ്റെ പേരിലേക്ക് മാറ്റുന്ന കൊട്ടേഷൻ എനിക്ക് തന്നിരുന്നു. ഞാൻ കുറച്ച് പണിയൊക്കെ ഒപ്പിച്ചു. ആ സമയത്ത് എന്നോട് ചോദിച്ചു ഇതിന് പ്രതിഫലമായിട്ട് എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൂപ്പിൻ്റെ കാലശേഷം കിട്ടുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് മുഴുവൻ എനിക്ക് തന്നാൽ നഷ്ടമില്ല, കാരണം അത്രയും ലാഭം ഞാൻ അവർ കാണിക്കും. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഒരു പൈസ എനിക്ക് വേണ്ട. ആ നാറി എന്ന് പറയുന്ന ആളാ ഇന്ന് വരെ പിന്നെന്തെന്ന് ഒരു 10 പൈസയുടെ ഒരു മിഠായി പോലും എനിക്ക് തന്നിട്ടില്ല. ഒരു 150 തവണ മർദ്ദിച്ചു, ഒരു 1000 തവണ കെഞ്ചൻ്റെ മോനെ, നായിൻ്റെ മോനെ, പൊലയാടി മോനെ എന്ന് വിളിച്ചല്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. ആ വൃത്തിയോട്ടവൻ്റെ ഒരു ഭൂമി എനിക്ക് വേണ്ട. അപ്പൂപ്പിൻ്റെ എനിക്ക് പ്രശ്നമില്ല, കാരണം
ആ വ്യക്തി എന്നെ കുറേയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ കൂടെ നടത്തിയിട്ടുണ്ട്. എന്തിന് എനിക്ക് 8 വയസ്സുണ്ടാകുമ്പോൾ എന്നെ ജീപ്പ് ഓടിപ്പിച്ച് 2 തലയാണ വെച്ചിട്ട് ഇത് ഇത്ര പിന്നെ അണ്ണാങ്കുഞ്ഞിന് അത്ര ഞാൻ ഇരുന്നിട്ട് ജീപ്പ് ഓടിക്കും. ആര് പഠിപ്പിച്ചു? അപ്പൂപ്പൻ. അപ്പം ഞാൻ പുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയുടെ പ്രോപ്പർട്ടി കിട്ടുന്നതിൽ നിന്ന് എനിക്ക് തരുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്താ അറിയോ, എനിക്ക് അവരെ ഒന്നും വേണ്ട. എന്തിനൊന്നും എനിക്ക് കാശിൻ്റെ ആവശ്യം അവിടുന്ന്, എനിക്കെന്തിന് കാശിൻ്റെ ആവശ്യം? സാറിന് പറയുന്നില്ലേ അവിടുന്ന് കാശുണ്ടാക്കുന്ന മരം ഉണ്ടാക്കിയ ആളാണ് ഞാൻ, പണം കായ്ക്കുന്ന മരം ഉണ്ടാക്കിയ ആളാണ് ഞാൻ. സാറിന് അറിയില്ലേ അവിടുന്ന്? എന്തായാലും നമുക്ക് അനൂപിൻ്റെ ആ വിചിത്രമായ കഥ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമാണ് ഇട്ടത്. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതായത് തികച്ചും വിചിത്രമായ ഒരു കഥ തന്നെയാണ് അനൂപിൻ്റെ കഥ. അനൂപ് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളെല്ലാവരും മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് സങ്കല്പമെങ്കിൽ ഇവിടെ മാതാവിനെയും പിതാവിനെയും ശപിച്ചുകൊണ്ട്, തനിക്ക് ജന്മം തന്നവരെ ശപിച്ചുകൊണ്ട്, അവർ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ, ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന കഥയാണ് അനൂപിന് പറയാനുള്ളത്. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളും ഒരു സിനിമ ത്രില്ലർ കഥയായിട്ട് സ്വയം കരുതുകയും അതിൻ്റെ പിന്നാലെ വരും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.